ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, എയർബിഎൻബി ഈ കമ്പനികളുടെയൊക്കെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൻ്റെയൊക്കെ കോ ഫൗണ്ടേഴ്സ് ആവുന്നതിന് മുമ്പ് തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. നമ്മുടെ ഐഡിയകൾ നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കളോടാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്റ്റാർട്ടപ്പുകളുടെയും തുടക്കം ഒരു ഗ്ലാസ് ചായയിലോ ഒരുമിച്ചുള്ളൊരു യാത്രയിലൊക്കെ ആയിരിക്കും. ഇത്തരം ചർച്ചകളാണ് പിന്നീട് ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു LLP ഫോർമേഷനിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന എൻറ്റിറ്റികളിൽ പലതും പിന്നീട് സ്ട്രൈക്ക് ഓഫ് അഥവാ ക്ലോഷറിലേക്ക് എത്താറുണ്ട്. അതിൻ്റെ കാരണമാണെങ്കിലോ ഇതേ ഫൗണ്ടേഴ്സ് തമ്മിലുള്ള ഡിസഗ്രിമെൻറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫൗണ്ടറെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊരു 4 കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ, നിങ്ങൾക്കിടയിൽ റെസ്പോൺസിബിലിറ്റി ഏരിയ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ബിസിനസ്സിൻ്റെ മേജറായിട്ടുള്ള 3 പോർഷൻസ് ആണ് മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഓപ്പറേഷൻ. ഇതിൽ ഓരോ മേഖലയും ആരൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ആദ്യമേ തീരുമാനം ഉണ്ടായിരിക്കണം. അടുത്ത കാര്യം, നിങ്ങൾക്കിടയിൽ ഒരു മാച്ചിങ് ബിസിനസ് കോർ വാല്യൂസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ക്ലയൻറ്റ് മാനേജ്മെൻറ്റ്, ഫേം കൾച്ചർ, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മാച്ചിങ് ഫിലോസഫി നിർബന്ധമാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫൗണ്ടറുടെ കമ്മിറ്റ്മെൻറ്റ് ലെവലാണ്. അസൈൻഡ് ആയിട്ടുള്ള റോളിനോട് പൂർണ്ണമായ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അവസാനത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഡിസഗ്രിമെൻറ്റ്സിനോടുള്ള ആറ്റിറ്റ്യൂഡാണ്. നമുക്കറിയാം, ഹൈ പ്രഷർ സിറ്റുവേഷൻസ് ബിസിനസ്സിൽ വളരെ കോമൺ ആണ്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ലോജിക്കലായ ഡിബേറ്റിനപ്പുറം ഉള്ളിൽ ഈഗോ വളരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു ഫൗണ്ടർ നിങ്ങൾ ക്യാപിറ്റൽ. ഇങ്ങനൊരു ഫൗണ്ടർ സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ മെൻഷൻ ദം.